ഹായ് ഫ്രണ്ട്സ്, ബസ്വീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് പല ബ്രാൻഡുകളിൽ നിന്നായിട്ട് വാങ്ങിക്കുന്ന പൊട്ടറ്റോ ചിപ്സ് വീട്ടിൽ വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ കുറഞ്ഞ ടൈം മതി. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് ഇവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടില്ല. അധികം വലുപ്പമൊന്നുമില്ല, ഒരു മീഡിയം സൈസിലുള്ളതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല പച്ചപ്പുള്ള ഉരുളക്കിഴങ്ങ് നോക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. വാടിയ ടൈപ്പ് ഒന്നും എടുക്കരുത്. ഇതിന് നല്ല പച്ചപ്പുള്ള ഉരുളക്കിഴങ്ങ് തന്നെ നോക്കിയിട്ട് എടുക്കണേ. നല്ല ഉറപ്പുള്ള ടൈപ്പ് നോക്കിയിട്ട് വേണം ഇതിലേക്ക് എടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം എമൗണ്ട് വേണം അതിനനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ കുറഞ്ഞ എമൗണ്ടിൽ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ. ഇതുപോലൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അങ്ങ് എടുക്കാം. ഇനി അതിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്ത് എന്തെങ്കിലും എടുത്തിട്ട് അത് വെച്ചിട്ട് നല്ല പോലെ ആ വെള്ളമൊക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒപ്പിട്ടിങ്ങനെ എടുക്കുക കേട്ടോ. ഒട്ടും വെള്ളം നമ്മൾ ആ ഉരുളക്കിഴങ്ങിലൊന്നും പാടില്ല. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഇതിലുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക. നല്ലപോലെ കഴുകിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ആ വെള്ളം മൊത്തമായിട്ട് അങ്ങ് എടുക്കണേ. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ ഉള്ളൊരു കട്ടർ യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല നൈസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നൈസായിട്ടുള്ള നല്ല മൂർച്ചുള്ള ടൈപ്പ് നോക്കിയിട്ട് ഇതുപോലുള്ള കട്ടർ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കയ്യിൽ തട്ടാണ്ട് പതുക്കെ അങ്ങ് ചെയ്തെടുത്താൽ മതി. നല്ല നൈസായിട്ട് തന്നെ കിട്ടും നമുക്ക് ഈ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അത് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഒട്ടും ഇങ്ങനെ കട്ടില്ലാത്ത രീതിയിൽ നമ്മൾ നല്ല നൈസായിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാണ്ട് നമുക്ക് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ വേണം നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടവലോ എന്തെങ്കിലും ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ആ വെള്ളം മൊത്തമായിട്ട് ഇങ്ങനെ ഒപ്പിയിട്ട് എടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാൻ വേറൊരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ല, അതിലിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ചെയ്തെടുക്കുമ്പോൾ അതിലൊട്ടും വെള്ളമില്ലാണ്ട് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം ഇതുപോലെ അങ്ങ് മാറ്റിയെടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുക. പക്ഷേ നമ്മൾ ആദ്യം ആക്കിയെടുത്തത് പെട്ടെന്ന് തന്നെ ഇതുപോലെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇനിയുള്ളത് നമുക്ക് വേഗം അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ. ഇനി ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഓയിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇതുപോലെ അങ്ങ് മാറ്റി വെക്കാം. ഒരു മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാൻ. ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഓയിൽ കുടിക്കും നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഹൈൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഒന്നിച്ച് കൂടിയിട്ടൊക്കെ വരും. നമ്മൾ ഇതുപോലെ ഓരോന്നാക്കിയിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയത്തിന് ഹൈൻ്റെ ഇടയിലാട്ടോ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയിട്ട് വരും. അതുകൊണ്ട് കളറ് നല്ല ചൂട് ഉള്ളതിലേക്ക് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കളറ് മാറിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയത്തിൻ്റെ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇടയ്ക്കൊന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറ്റുന്ന ഇങ്ങനെ മറിച്ചിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതിയേ.
ഇപ്പോൾ അത് ഏകദേശം ഇങ്ങനെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. താഴ്ഭാഗം ഇങ്ങനെ ആയി വരുമ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് അങ്ങനെ കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് ഇതാ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലായി വന്നാൽ നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് കോരിയിട്ട് എടുക്കാം. വല്ലാണ്ടൊക്കെ ഡാർക്ക് ആവാൻ നിൽക്കരുത് കേട്ടോ. നല്ല പോലെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല നൈസായിട്ട് തന്നെ സ്ലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെയല്ലേ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറഞ്ഞൊരു എരിവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കുറഞ്ഞൊരു എരിവൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മുളക് പൊടിയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ചിപ്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് വീട്ടിലുള്ള ഈ ഒരു ടൈം ആകുമ്പോൾ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.